ഞങ്ങൾ വന്നിട്ടുള്ളത് നീലാറേക്കാണ്. അവിടെ എന്തോ ചെയ്യുന്നത് നോക്കട്ടെ. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഹാപ്പി ഹാലോവീൻ ഫ്രണ്ട്സ്. ഞങ്ങൾ ഇന്ന് നീലാറ കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ഗൈസ് സേ ഹായ്. ഒരു സൺഡേ ദേ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ നന്ദുനെയും കുട്ടൂനെയും കാണാൻ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിത്തു അമൃത് ഓടിച്ചാടി വന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ വില്ലേജിലെ വീടിന്റെ അടുത്തുള്ള നീലാറ എന്ന് പറയുന്ന ചെറിയൊരു ഹിഡൻ സ്പോട്ടാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വാഴാനി ഡാമെന്ന് വരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇത് ഇവിടുത്തെ പാടത്തിന്റെ നടുവിലാണ് കേട്ടോ ഉള്ളത്. ഡാം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വെള്ളം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഇങ്ങനെ കാണുന്ന പോലെയൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ പോലുണ്ട്. ഇവിടെയാണെങ്കിൽ മുന്നേ വെള്ളം പോരുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ ചെറിയ കുഴികളിലൊക്കെ ക്ലേ കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ എടുക്കുവാണ് ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ. പിന്നെ ഇവരെല്ലാവരും എന്റെ കസിൻസിന്റെ മക്കളാണ് കേട്ടോ. അതായത് എന്റെ നീസും നെഫ്യൂസും ഒക്കെയാണ് ഇവര്. പക്ഷെ എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവരായിട്ട് അവരായിട്ടൊക്കെ കമ്പനിയാണ്. അതുകൊണ്ട് ഇവരെപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ ഉണ്ടാവും. ഇവരെല്ലാവരും ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇവരുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം കുട്ടികളായതുകൊണ്ട് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യം ക്ലേയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി ചേട്ടന്മാർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്നുള്ള വ്യക്തമായ വിലക്ക് എൻ്റെ അടുത്തുനിന്നുള്ളതുകൊണ്ട് ആരും അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും നിൽക്കില്ല കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ആനേനെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ നേരം ട്രൈ ചെയ്തിട്ടും ആ സംഭവം അങ്ങോട്ട് സക്സസ് ആയില്ല. കാരണം ഈ മണ്ണ് അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കാരണം ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ആനേനെ ഉണ്ടാക്കാനുള്ള ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ വേറെ റൈറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പാറപ്പുറത്തൊക്കെ സെറ്റ് ചെയ്ത് ഒരു വടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ അവളിനെ കുറച്ച് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊട്ടാവാടിയുടെ പൂവൊക്കെ പറിച്ചുകൊണ്ടുവന്നത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഐറ്റം. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അങ്ങനെ ഞാനിവിടെ ഓരോരുത്തർ ഉണ്ടാക്കിയ ഐറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ മീനും ഈ ചിരാതും ചെയ്ത കൊലാകാരനാണ് നിൽക്കുന്നത്. എന്നിട്ടാ അമ്മിക്കല്ല. പക്ഷെ അമ്മയിലെ സോറി എന്നിട്ടാ ഇതിനെന്താ പറയാ? ആട്ടുകല്ലല്ലേ? എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഹാപ്പി ഹാലോവീൻ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഹാലോവീൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.